കോൺഗ്രസിനുള്ളിലും പ്ലീഡർ നിയമനത്തിൽ എതിർപ്പ്. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ ലോയേഴ്സ് കോൺഗ്രസ് നോമിനികളെയും അവരുടെ നിർദ്ദേശങ്ങളും തള്ളിയതിലാണ് പ്രതിഷേധമുണ്ടാകുന്നത്. ആജ്ഞ രവീന്ദ്രന്റെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ കുറച്ചധികം നാളുകളായി മുഖ്യമന്ത്രി ഓഫീസ് പുകമറയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലുണ്ട്. ഇത് കൂടുതൽ 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 വഷളാവുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഹരി, പ്രത്യേകിച്ചും ഗവൺമെന്റ് അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പ്ലീഡർ, അറ്റോർണി തുടങ്ങിയ വലിയ പോസ്റ്റുകളിലേക്കുള്ള സർക്കാർ അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ദേവസ്വം ബോർഡ് അഭിഭാഷകനായി നിയമിച്ച ആൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രധാനമായും നിയമിക്കപ്പെട്ട 3 പേരുടെ രാജി സർക്കാർ ചോദിച്ചു വാങ്ങിയെന്നാണ് അറിയുന്നത്. അതേസമയം തന്നെ ഈ 3 പേർ ഇതിൽ എക്സ്പീരിയൻസ് കുറവുള്ള ആളുകളാണ്, താരതമ്യേന പരിചയസമ്പന്നരായ ആളുകളല്ല എന്നുള്ള വിമർശനം കൂടി ശക്തമായതിനെ തുടർന്നാണ് അത്തരത്തിലൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം മുഖ്യമന്ത്രി ഓഫീസിനെതിരെ വലിയ വിമർശനമാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി നിയമവിഭാഗം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം തന്നെ മറ്റു മന്ത്രിമാരുടെയും ഓഫീസുകളിലേക്കുള്ള നിയമനങ്ങളെല്ലാം അദ്ദേഹം തന്നെ നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനവും ശക്തമാണ്. അതേസമയം പുതിയ ലിസ്റ്റ് ഇന്ന് പുറത്തിറങ്ങുകയാണ്. കഴിഞ്ഞ തവണയായി 2 തവണയായി ഇറങ്ങിയ ലിസ്റ്റിൽ വന്നിട്ടുള്ള വിമർശനങ്ങളാണ് ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായിരുന്നു അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അഭിഭാഷകർ, അല്ലെങ്കിൽ വർഷങ്ങളായി കോൺഗ്രസുകാരായ അഭിഭാഷകർ തുടങ്ങിയവർക്കൊക്കെയും പരിചയസമ്പന്നത കൊണ്ട് പോലും അവർക്ക് അർഹമായ സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതിയാണ് ലഭിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിലേക്കാണെങ്കിലും, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിലേക്കാണെങ്കിലും, അറ്റോർണി തസ്തികയിലേക്കാണെങ്കിലും, അതല്ലെങ്കിൽ മറ്റ് സർക്കാർ അഭിഭാഷക തസ്തികകളിലേക്കൊക്കെയും ഈ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. 43 അഭിഭാഷകരുടെ ലിസ്റ്റായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത്. അത് പലതും സാമുദായിക സംഘടനകളും സാമുദായിക നേതാക്കളും ഇടപെട്ട് ഇത്തരത്തിൽ അവരവരുടെ ആളുകളെ കുത്തിത്തിരിക്കാൻ നിയമനത്തിന് ശ്രമിക്കുന്നു എന്നുള്ള വലിയ വിമർശനമാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അതായത് ചില യൂത്ത് നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളും ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഒരുപക്ഷെ ഈ 3 പേരുടെ രാജി അടിയന്തരമായി ചോദിച്ചു വാങ്ങിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ മുഖ്യമന്ത്രി നിയമമന്ത്രി കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റു മന്ത്രിമാരുടെ ഓഫീസുകളിലേക്കുള്ള നിയമനങ്ങൾ കൂടി അദ്ദേഹം നടത്തുന്നു എന്നുള്ള വിമർശനവും ശക്തമാണ്. അതുമാത്രമല്ല, ഈ മന്ത്രിസഭാ യോഗത്തിൽ ഈ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയ്ക്ക് പുറത്തു വെച്ചിട്ടാണ് ഈ അജണ്ട ചർച്ച ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു മന്ത്രിമാരോട് ആലോചിക്കാതെയാണ് ഇത്തരത്തിലൊരു നിയമനത്തിലേക്ക് പോയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇത് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ചില വക്കീലന്മാർ എന്നുള്ള പരാതിയുമുണ്ട്. മുഖ്യമന്ത്രിക്ക് ചില താല്പര്യമുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് അടുത്ത ചില വൃത്തങ്ങൾ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളും ശക്തമാണ്. എന്തായാലും ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ്. അതിൽ ലോയേഴ്സ് കോൺഗ്രസിൽ ഉള്ള അല്ലെങ്കിൽ കോൺഗ്രസ് അഭിഭാഷകരായ പല ആളുകൾക്കും അർഹിക്കുന്ന സ്പേസ് കിട്ടിയിട്ടില്ല എന്നുള്ള വിമർശനവും, അത് വനിതാ അഭിഭാഷകർ ഉൾപ്പെടെ അർഹിക്കുന്ന സ്പേസ് കിട്ടിയിട്ടില്ല എന്നുള്ള വിമർശനവും ശക്തമാണ്. അത്തരം വിമർശനങ്ങൾക്കിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 3 അഡ്വക്കേറ്റുമാരുടെ, നിയമിതരായ 3 അഭിഭാഷകരുടെ രാജി വാങ്ങുന്ന സാഹചര്യമുണ്ടായത്. അതിനു മുൻപ് തന്നെ നമുക്കറിയാം, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രദീപിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമായിരുന്നു. നിയമനത്തിൽ എതിർപ്പ് പശ്ചാത്തലത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. എന്തായാലും ലോയേഴ്സ് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്.